കുട്ടിച്ചേട്ടൻ 1952 ചെറുതായിട്ട് കച്ചവടം തുടങ്ങി, കൊട്ടയ്ക്കകത്ത് സാധനം കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3-4 വർഷക്കാലം അങ്ങനെ കച്ചവടം ഒരുമാതിരി മെച്ചപ്പെട്ട് വള്ളം മേടിച്ച് കഥ പറഞ്ഞു. വള്ളം ഊന്നി ആൾ അതിന് മുകളിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് അപ്പോൾ കച്ചവടം മെച്ചപ്പെട്ട സ്ഥിതിക്കും കുട്ടിച്ചേട്ടൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ കഞ്ഞി വെച്ച് കുടിച്ച് താമസിക്കുന്നത്. കുടുംബമായി കല്യാണം കാര്യങ്ങളെക്കുറിച്ചൊന്ന് പറയണം. കല്യാണം ഡേറ്റൊന്നും ഞാൻ ഓർക്കുന്നത് ശരിക്കും. എന്നാലും എത്ര വയസ്സിലാണ്? എൻ്റെ ഓർമ്മ 23 വയസ്സിലാണെന്നുള്ള. 23 വയസ്സായി അല്ലേ? അത് നമ്മളൊരു 12 സ്ഥലത്ത് നമ്മുടെ അമ്മാവന്മാർ കൊണ്ട് പെണ്ണ് കാണിക്കാതെ നടന്നു. അവസാനം ഈ തുരുത്തുമ്മ ഒരു വീട്ടിൽ പോയി കണ്ടു ഒരു പെങ്കൊച്ചിനെ. അതെനിക്കിഷ്ടപ്പെട്ടു, അവൾക്കും ഇഷ്ടപ്പെട്ടു. അതൊരു ടീച്ചറായിരുന്നു. അത് നിർത്തിയാക്കാമെന്ന് പ്ലാനും ചെയ്തു ഇവിടെ വന്നു കഴിഞ്ഞപ്പം അന്ന് വടക്കപ്പുറത്തെ അമ്മയുണ്ടല്ലോ, ഞാനിവിടെ കട ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അവർ മിക്കവാറും സാധനം മേടിക്കാൻ ഇവിടെയാണ് വരുന്നത്. അന്ന് അവിടെ ആ ഭാഗത്തും ഒരു കടയൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വേലാച്ചുവൻ്റെ കടയൊക്കെ പിന്നെ പിന്നിലാണ് വന്നത്. അപ്പം ഇവിടെ പിന്നെ പുള്ളി വന്നപ്പോഴത്തേക്കും എല്ലാം വിപുലമായ രീതിയിലവിടെ വന്നായിരുന്നു. പങ്ങാന വേല എന്നും പറഞ്ഞു എല്ലാ മരുന്ന് കടയും എല്ലാ ജോലിയും എല്ലാം ആയിട്ട് വന്നത്. ഇവിടെ അന്ന് എനിക്ക് പലർക്കും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെയാണ് പുള്ളിക്കാരൻ സാധനം മേടിക്കുന്നത്. അപ്പോൾ എനിക്ക് നിൽക്കാനും ഇരിക്കാനും സമയം കിട്ടി. അതുപോലെ തിരക്കാം, നല്ല കച്ചവടം, ഭയങ്കര കച്ചവടം. പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയത് അതുപോലെ രായുമ്പോലും കൊയ്ത്തുമതി കാലത്തൊക്കെ ഒന്നും. രൂപയാണോ കൊണ്ടുതരുന്നത്? നെല്ലാണോ കൂടുതലും നെല്ല. നമ്മളെ ഒരു മുറി ചോടത്തിന് ഇങ്ങനെ മുറിക്കാത്ത മൂല കൂട്ടിവിടാം നെല്ല്. അതിന് ഞാൻ പറഞ്ഞ നിങ്ങൾ ഈ നെല്ലിനകത്ത് വീഴുന്ന ഈ പ്രാണിയില്ലേ, അതൊക്കെ മേത്ത് വെക്കണം. ഞാനും പുള്ളിക്കാരങ്ങളും ഇപ്പുറത്തെ കട്ടായിട്ട് വെക്കണം. വേറെ മുറിയില്ല, പിന്നെ അടുക്കളയേ ഉള്ളൂ. അപ്പോൾ നെല്ലിന് ഒരു മൂല ഒരു അങ്ങനെയായിരുന്നു ആ കാലത്ത്. അപ്പം അതുപോലെ നെല്ല് കിട്ടുന്ന നെല്ല് നമ്മൾ ഈ സാധനം കൊടുക്കുന്നതിന് പകരമായിട്ട് നെല്ല് മേടിക്കുന്നു. ഈ നെല്ല് ആരാ ഇവിടെ വന്ന് എടുത്തോണ്ട് പോകുന്നത്? നെല്ല് എന്നാൽ അന്നത്തെ കാലത്ത് നമ്മൾ പിന്നെ ഇവിടെ ആൾക്കാരൊന്നും കൊണ്ടുപോലെ ഇവിടെ പുള്ളിക്കാരും പറക്കണക്കിന് അളന്ന്. പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാർ വന്നാൽ പിന്നെ നമ്മൾ ഈ നെല്ല് കിട്ടുന്ന നമ്മൾ സ്റ്റോക്ക് ചെയ്യും. ഇട്ടിച്ചിട്ട് അത് വേനലാകുമ്പോഴത്തേക്കും എല്ലാം പുഴുങ്ങി ഉണങ്ങി വെക്കും. പുഴുങ്ങി ഉണങ്ങി വന്നിട്ട് അവൾ തന്നെ അതെല്ലാം ചെയ്യുന്നത്. ഞാൻ നമുക്കൊന്ന് പുറകോട്ട് ഇറങ്ങണം. എന്താണെന്നറിയോ, ഈ കല്യാണം ആയില്ല, ആ വടക്കേപ്പുറത്തെ വല്യമ്മ ഇവിടെ സ്ഥിരമായിട്ട് വന്ന് സാധനം മേടിക്കാറുണ്ട്. അവിടെ പോലെ ഒന്ന് തുടങ്ങണം. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കല്യാണം ഇങ്ങനെ അവിടെ അടുത്ത ഞായറാഴ്ച നടന്നില്ല. കല്യാണം അല്ല, അവിടുത്തെ തിരുത്തന്മാരെ കല്യാണം അടുത്ത ഞായറാഴ്ച ഉറപ്പിക്കാൻ വരാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞു. വന്നേക്കാൻ ഞാൻ പറഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞ് ഈ ഉറപ്പിലും കഴിഞ്ഞ് ഈ ഇവിടെ നിന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം ഇപ്പം നമ്മുടെ അളിയൻ പെങ്ങളെ കെട്ടിയവൻ പുള്ളിയുടെ ചേട്ടത്തിയുടെ മോനാന്ന് പറഞ്ഞല്ലോ, പുള്ളി വന്ന അവിടെ ഈ കൃഷിക്കൊക്കെ പുള്ളിയെ സഹായത്തിനുണ്ട്. പുള്ളിയുടെ ആമ്പിളേരൊന്നും വളർന്നാരില്ല, തങ്ങനൊക്കെ കൊച്ചാ. പുള്ളിക്കാരനോട് വന്നേച്ചും പറഞ്ഞ് എടാ ഇന്നപോലെ പിന്നെ വടക്കപ്പുറത്തെ അമ്മ ഒരു അച്ചാൻ പറഞ്ഞ് കല്യാണത്തിൻ്റെ തീപ്പിൽ അറിഞ്ഞ് എന്നാ അഭിപ്രായം ഇന്നപോലെ താല്പര്യപ്പെടുന്നുണ്ടോ എന്നോട് പറഞ്ഞു. അപ്പം ഞാനന്ന് പിന്നെ പറഞ്ഞില്ല വള്ളം മേടിക്കാൻ ഇന്നപ്പം ഇവിടെ കാശ് കടത്തൂരി കാശൊക്കെ കൊണ്ടുള്ള എന്നോട് ചോദിച്ചാൽ പുള്ളിക്കാരനെ. ഞാൻ പറഞ്ഞതുപോലെ വള്ളം കൊണ്ട് സാധനം കടത്തൂരും കൊണ്ട് കൊടുത്ത് പോകുന്നതാണ്, അത് കൊച്ചിയായിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അളിയനുമായിട്ടുള്ള ബന്ധം പുള്ളിക്കാരത്തിയുടെ ചേട്ടത്തിയുടെ മകനാണ് എൻ്റെ മകളെ കിട്ടിയ ആ ബന്ധമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്നോടൊന്നും പറഞ്ഞു. ഞാനും ഇവരോട് ചോദിച്ചു അത് ആര് പറഞ്ഞിട്ടാന്ന് ചോദിച്ചു. അവരിങ്ങോട്ട് പറഞ്ഞ അളിയൻ്റെ അഭിപ്രായമാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അല്ല, അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടാന്ന് പറഞ്ഞു. നമ്മൾ പിന്നോലെ ഞങ്ങൾ പോയി വാക്ക് പറഞ്ഞിരിക്കുക, അതുകൊണ്ട് അതേപ്പറ്റി ഇപ്പം ഒന്നും പറയാൻ പറ്റിയാലെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് ഇന്നോലെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടാന്ന് പറഞ്ഞ് നിർബന്ധമായിട്ട് പിന്നെ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല, ഒരു സഹായത്തിന് ആരുമില്ല, തൊട്ടടുത്താണ്. അപ്പോൾ പിന്നെ ചച്ചാമ്മ വിളിക്കാൻ ആളുണ്ട്. അപ്പോൾ ഇതന്നെ ആയിക്കോട്ടെ തന്നെ മനസ്സിൽ തോന്നി. അപ്പം അങ്ങനെ അളിയനോട് ഞാൻ പറഞ്ഞു, പിറ്റേ ദിവസം ആലോചിച്ച് പറയാം. പിറ്റേ ദിവസം ഞാൻ പുള്ളിയോട് പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞായറാഴ്ച ഒരു വരാമെന്ന് പറഞ്ഞിരിക്കുക. എന്നാ ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ പറഞ്ഞും പോയി. മറ്റേത് ഉറപ്പിക്കാൻ വരാമെന്നും പറഞ്ഞു. പൊട്ടം ശ്രീകരൻ പിള്ള എന്ന് പറഞ്ഞ ചായക്കടകളെ ഓർമ്മയുണ്ട്, ആ പുള്ളി അതിൻ്റെ ഇടക്കാരൻ. പുള്ളി പറഞ്ഞാൽ അതിൻ്റെ കൂട്ടിക്കണമെന്ന്. ഈ ഞായറാഴ്ച രാവിലെ ഞങ്ങളോട് മാറിക്കളഞ്ഞു. അവർ 5-6 പേര് വന്നപ്പോൾ എല്ലാം അടച്ചു കൂട്ടിയിട്ടിരിക്കുക, വാതുക തട്ടിയും താത്തിയിട്ട് കൂട്ടിയിട്ട് അടച്ചിട്ടിരിക്കുക. അപ്പോൾ അവർ വന്ന് ഇവിടെ വന്ന് വെച്ച് ഒച്ചയുമ്പോഴൊക്കെ വെച്ചിട്ട് പോയി. ആരോട് ചോദിക്കാൻ പറയണോ
അയൽവക്കക്കാർക്ക് പോലും അറിയാൻ പോയി ഇങ്ങനെ കല്യാണം ഉറപ്പിക്കാൻ വന്നു. അങ്ങനെ അവർ വന്നിട്ടും പോയി. അതിന് തിരുവനന്തപുരം എന്നെ ഒന്ന് ഒരു ചാടിച്ച് ഒത്തിരി പേടിപ്പിച്ച് വഴക്കമെല്ലാം പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പം അന്ന് ഇവർ 4 പെണ്ണും 2 ആണുമാണ് വടക്കപ്പുറത്തെ. പിള്ളേർ മുഖത്ത് പിന്നെ മദ്രാസിൽ കെട്ടിച്ച് ഇച്ചിരി മദ്രാസിലാണല്ലോ. രണ്ടാമത്തെ അവൾ ആണ് പിന്നെ അതായത് പടിഞ്ഞാറേ വഞ്ചിപ്പുരയ്ക്കൽ ജോസഫ് സാറിൻ്റെയും കുഞ്ഞുമോൻ്റെയൊക്കെ പെങ്ങളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ അതെ. അവൾ ഈ അന്ന് നേഴ്സിംഗ് പഠിക്കുക. 10ാം ക്ലാസ് കഴിഞ്ഞ് ആദ്യ വർഷം കുട്ടായി എന്ന് വിളിക്കാല്ലേ. അവൾ നേഴ്സിംഗ്, അവളിപ്പം കാനഡയിലായിരുന്നല്ലോ, മരിച്ചു പോയി അവൾ. അപ്പോൾ അവിടെ പിന്നെ അവൻ്റെ ഇളയതാണ് ഇവള്. അതിൻ്റെ ഇളയതാണ് ചിന്നാമണി എന്ന് പറഞ്ഞ ഏറ്റുമാനി കെട്ടിച്ചിട്ടുള്ളത്. ഇവളന്ന് ഇവിടെ പിന്നെ നമ്മുടെ സെൻറ്റ് തോമസിൽ 3rd പഠിക്കുക പുള്ളിക്കാരത്തി. അതിന് 16 വയസ്സേ ഉള്ളൂ അന്ന്. അന്ന് പിന്നെ വയസ്സ് പ്രശ്നമല്ല, ഇപ്പം അകത്ത് കിടന്നതന്നെ അതേപോലെയാണ്. ശരിക്കുള്ള പേരെങ്ങനെ? മേരി അല്ലല്ലോ. അവളെ അന്ന് ഇറുക്കുന്നതാണ് മറിയാമ്മ പേര്. അവളെ പേരോ മറിയാമ്മ. അവളന്ന് ഇച്ചിരി കുസൃതിയാണ്. അപ്പം എല്ലാവരും കളിയാക്കുകയും വിളിക്കുകയും കൊച്ചാ ഇച്ചിരി വർത്തമാനം കൂടുതൽ പറയും, ഇത്തിരി പറയും. അപ്പം എൻ്റെ കണക്ക് കൂട്ടൽ ഇപ്പം പിന്നെ കല്യാണം എങ്ങനെ പറഞ്ഞു, പെൺപിള്ളേരുണ്ട്. അപ്പം ഈ പടിക്കുർത്തി പടിങ്ങളെ വെച്ചാണെന്ന് നമുക്ക് ഉദ്ദേശമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞാൽ നമ്മൾ സമ്മതം മൂടും. സംഗതി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവൾ പിന്നെ അതിന് പ്ലാനില്ല. പിന്നെ അവസാനം ഇവളാ പിന്നെ കല്യാണം പറഞ്ഞത് 14 വയസ്സ് 16 വയസ്സേ ഉള്ളെന്നാവും. അവൾ 3rd പഠിക്കുക. പിന്നെ അതങ്ങനെ അങ്ങോട്ട് നടത്തി എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മുടെ കണക്കുകൂട്ടൽ തെറ്റിപ്പോയി. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിക്കാരത്തി കൂടെ വന്നു കഴിഞ്ഞ് അതിനൊന്നും അറിയാൻ പാടില്ല, കൊച്ചല്ലേ. പിന്നെ നമ്മുടെ കൂടി സഹകരിച്ച് പിന്നെ ഉള്ള വിജയങ്ങൾ മുഴുവൻ എല്ലാത്തിനും പുള്ളിയാണ് എല്ലാ സംഗതികളും. നമ്മളിങ്ങനെ അന്ന് ഞാൻ ഈ ഓട്ടമാണല്ലോ. പിന്നെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. കൃഷികളാണേലും ആദ്യം വടക്കപ്പുറത്തെ പുള്ളിക്കാരൻ്റെ ഏർപ്പാട് 5 ഏക്കർ കന്നുകളം മേടിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ തന്നെ പിന്നെ മണ്ണിതിരുത്താലെ നെല്ലിവക്കീലിൻ്റെ ഒരു 5-2 7 ഏക്കർ അവിടെ മേടിച്ചു. പിന്നെ കോലത്തേരി 3 ഏക്കർ. പിന്നെ നിങ്ങളുടെ ആനച്ചാങ്കുഴിയില്ലേ, അതിനകത്ത് 1 ഏക്കർ പങ്ക് കൃഷി ചെയ്തായിരുന്നു. 10-12 ഏക്കർ 2.5 ഏക്കറും കൃഷി അന്ന് എനിക്കുണ്ട്. അത് രാവിലെ ഇവിടെ നിന്ന് പോയെന്ന നമ്മൾ പറവന്തിരി ചെന്ന് വടക്കപ്പുറത്തിരി നോക്കി നമ്മുടെ പറവന്തിരുത്തി വന്ന് നീന്തി കയറി കൂട്ടത്ത വരും. കൂട്ടത്തിൽ നേരെ ആ തോട് നീന്തി കയറി മനയ്ക്ക് കണ്ടെത്തി അങ്ങേ സൈഡ് ഇങ്ങനെ സൈഡുണ്ട്. അങ്ങനെ സൈഡ് നോക്കിയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ മനയ്ക്കക്കണ്ടത്തിൽ വന്നിട്ട് ഇച്ചിരി കോലത്തേരി വരും. എത്ര മണിയാവും? എന്നിട്ട് ഇവിടെ വരുമ്പോൾ 8:30, 9, 10 മണിയൊക്കെ ആകും ചില ദിവസം. ഒരു രാത്രി ചായയും കുടിച്ചോണ്ട് പോകണം. അത് കഴിഞ്ഞ് കട തുറക്കുള്ളൂ. അന്നേരം പുള്ളിക്കാരൻ്റെ കച്ചവടം രാവിലെ തുറന്നോളൂ. എന്താ പരിപാടി? പിള്ളേരും 7 പിള്ളേരുണ്ടല്ലോ, 7 മക്കളുണ്ട്. 5 പെണ്ണും 2 ആണും എനിക്ക്. അമ്മരായിരിക്കണം, എല്ലാവർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായി പോകുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ വന്നവരൊക്കെ വീടേ വന്നവരുടെ മുതലേ അവർ എടുത്തോണ്ട് നടന്നോളൂ. എടുക്കാൻ സിമ്പിൾ കച്ചവടം വയ്ക്കുമ്പോൾ അവരാ കുഞ്ഞുങ്ങളൊക്കെ എടുത്തോണ്ട് നടക്കുന്നത്. അങ്ങനെ അന്നത്തെ കാലം. അങ്ങനെ നമ്മൾ നെല്ല് കിട്ടുന്നതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ട് എല്ലാം പുഴുങ്ങണമെങ്കിട്ട് അരിയാക്കിയിട്ട് കടയിൽ തന്നെ വിൽക്കും. അതിനിടയ്ക്ക് കുടിൽ കച്ചവടം പലതരത്തിൽ നടത്തും. അതിന് കമ്പനി നമ്മൾ കാശ് മുടക്കി കൊടുക്കും. അവർ കൈകാര്യം ചെയ്ത് അതിൻ്റെ മിച്ചം വരുന്ന ലാഭത്തിൽ കൊണ്ട് പോയി നമുക്കും കിട്ടും. ഈ കല്ലറയിൽ അന്ന് പ്രധാനപ്പെട്ട ഒരു ചന്ത പ്രവർത്തിച്ചിരുന്നല്ലോ, ആ പള്ളിയുടെ എതിർവശത്തായിട്ട്. ചന്ത ഉദ്ദേശം ഒരു 57-58 കാലഘട്ടത്തിലായിരിക്കും. അപ്പോൾ ആ ചന്തയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടിച്ചേട്ടൻ അവിടെ എന്തെങ്കിലും വ്യാപാരം നടത്തിയായിരുന്നോ? എന്തെങ്കിലും പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അവിടെ നമ്മൾ ജൗളിക്കടയാണ് ആദ്യം അവിടെ തുടങ്ങുന്നത്. അപ്പം അന്ന് നമ്മളൊക്കെ ചീമാട്ടി കെട്ടിടത്തിലാണ്, പള്ളിയുടെ ചോരത്തുകാരുടെ കെട്ടിടത്തിലാണോ? ലൂക്കാച്ചൻ 2 മുറിയായിട്ടുണ്ടല്ലോ. അല്ല, അപ്പുറത്തെ മുറി ഗോവിന്ദപിള്ളാച്ചൻ, തൊട്ടിപ്പുറത്തെ ഞാൻ മേടിച്ചത്. അത് ഗോവിന്ദപിള്ളാച്ചനായിരുന്നു. ഞാനിവിടെ ജൗളിക്കട തുടങ്ങുമ്പം ഗോവിന്ദപിള്ളാച്ചനാണ് അപ്പുറത്ത് പലചരക്കട. അത് കഴിഞ്ഞ് പുള്ളി നിർത്തിയായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങോട്ട് എടുത്തു. ജൗളിക്കടയായി പലചരക്കടയായി. അതെ. അപ്പം അതിനെല്ലാം ഷെയറാണ്. ജൗളിക്കടയ്ക്ക് ഞാനും ഗോപാലനും. ഏത് ഗോപാലൻ? പുതിയന്ദ്ര ഗോപാലനും. പഞ്ചായത്ത് മുമ്പൊക്കെ ആയത് നമ്മുടെ പഞ്ചായത്ത് മുമ്പൊക്കെ ആയത്. അങ്ങനെ തുടങ്ങുന്നത്. അത് ഞങ്ങളുടെ കണ്ടീഷനാന്ന് വെച്ചാൽ സകല കാര്യം നമ്മൾ മുടക്കുന്നു, പൈസ മുഴുവൻ നമ്മൾ മുടക്കുന്നു, സാധനം കൊണ്ട് കൊടുക്കുന്നു, പിടിക്കുന്നു. കിട്ടുന്ന നേർ പകുതി നമുക്ക്, പുള്ളിക്കും പകുതി നമുക്കും. പുള്ളി കച്ചവടം നടത്തിക്കൊള്ളാം. പുള്ളി ഒന്നും അറിയണ്ട, സാമ്പത്തികം ഒന്നും അറിയണ്ട, നമ്മൾ ചെയ്യുന്നു. അതെ. അത് പിന്നെ ഒരു കണക്കാനായിട്ട് നമ്മുടെ ചുമ്മാരിയാട്ടൻ, പിന്നെ ഈ പിന്നെ തോമായുടെയൊക്കെ അപ്പൻ്റെ ചേട്ടൻ പറഞ്ഞു ചുമ്മാരിയാട്ടൻ,
ആ പുള്ളി അന്ന് അതിൻ്റെ കണക്കൻ പരിപാടിക്ക് ചെയ്യാനായിട്ടുള്ളൂ. അങ്ങനെ അവനെ ചേർത്തു. ഇങ്ങനെ ഞങ്ങൾ അവിടെ ജൗളിക്കട, ഇപ്പം നമ്മളിവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതിനടുത്ത് അപ്പുറത്ത് ജൗളിക്കട. അങ്ങനെ പുള്ളി അപ്പോൾ അന്ന് കൂന്നപ്പിള്ളേനോട് തല മേടിച്ച് കഴിഞ്ഞപ്പം അത് എടുത്തിട്ട് ചൂടാപ്പിള്ളി ലോകലിനെ അതിനെ ആളാക്കി. എന്നിട്ട് അവിടെ നിന്ന് അന്ന് നമുക്ക് വെള്ളമുണ്ടല്ലോ, അത് നമ്മുടെ ഈ പിന്നെ കോർപ്പറേറ്റീവ് ബാങ്കിൻ്റെ ആയിട്ട് നമ്മുടെ ഒരു മേനോൻ ഒരു കണ്ണത്തുള്ള മേനോല്ലേ കച്ചവടം വയ്ക്കുന്നുണ്ട് നമ്മുടെ വകയായിട്ട്. അതെ, പുത്തമ്പള്ളി. അതെ, അങ്ങനെയാണ് അന്ന് ഈ ഇത് നടത്തുന്നത്. അപ്പം പുള്ളിയുടെ ചേർന്ന ഒരു പോലീസുകാരനൊക്കെ അല്ലേ മേനോൻ്റെ. പുള്ളി ഇവിടുന്ന് കുറ്റിക്കാരൻ്റെ കല്യാണം കഴിക്കുന്നു മേനോൻ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഈ വള്ളത്തെ 340 കൊണ്ട് ഞാൻ ചൂരക്കാട്ട് പിള്ളേച്ചോണ്ട് മേടിച്ചാൽ പരമുള്ളയോടെ അതേ സാധനം കൊണ്ട്. അപ്പം നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് ഈ നെല്ല് പുഴുങ്ങിക്കൊണ്ട് ഉണങ്ങുന്ന ഏർപ്പാടുണ്ടെന്ന് ഇവിടെ പെരുന്തിരുത്തി. നമ്മുടെ മൂച്ചാമ്പത്താച്ചേട്ടൻ പണ്ടാരത്തുമ്പോൾ ഇങ്ങനെ നെല്ല് പുഴുക്കൊണ്ടല്ലോ പോലീസിലായപ്പൻ അങ്ങനെയൊക്കെ. അപ്പോൾ അങ്ങോട്ട് നെല്ല് കയറ്റിക്കൊണ്ട് പോകും, തിരിച്ചു പോരും പലചരക്ക് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകും. അപ്പം നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് ഇറക്കും, ഇങ്ങോട്ട് ഉപയോഗമായി. അപ്പോൾ എനിക്ക് എവിടെ ചെന്നാലും ഒന്ന് വിലാസം ഇട്ടാൽ മതി. എത്ര വേണേലും എത്ര ലക്ഷം വേണേലും കിട്ടും, കടം കിട്ടും. അതങ്ങനെ കോട്ടയം ചന്ത എവിടെ ചെന്നാലും അത്രയും ഒരു നമ്മുടെ വിലാസം പറഞ്ഞാൽ മതി, സാധനം കയറ്റിക്കൊണ്ട് പോരാം. വെള്ളം വണ്ടിക്കാർ ചെന്നു അതുപോലെ അത്രയും കറക്റ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് നേരെ നിൽക്കണമെന്നേ ഉള്ളൂ. കറക്റ്റ് സമയത്ത് പൈസ കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അങ്ങനെ അതുപോലെ സൗകര്യം വന്നപ്പോഴാണ് ഇങ്ങനെ ഈ പരിപാടി ചെയ്ത് അവനെ എങ്ങനെ ആക്കി. അതിൻ്റെ നേരെ പകുതി ഓനന് പിന്നെ പകുതി കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും. ഇതെല്ലാം കാശ് കൊണ്ടൊക്കെ ഞാൻ ചുമതല മുഴുവൻ നമ്മൾ. 13 വർഷം കഴിഞ്ഞപ്പോൾ ജൗളിക്കട ഒഴിവായി. ഗോപാലൻ ജോൻ അയക്ക് വിട്ടുകൊടുത്തു. പുള്ളിക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്തു. ഗുഡ് സാധനം എല്ലാം സ്റ്റോക്ക് നോക്കി അതിന് പുള്ളി അതിൻ്റെ വിലയൊക്കെ വെച്ച് കണക്കാക്കി ചിലവാകുന്നതിൻ്റെ അനുസരിച്ച് കിട്ടാനുള്ള പൈസയുടെ നോക്കി ഇത്ര ശതമാനം കിട്ടും, ഇത്ര കിട്ടിയാൽ അത് ഉപേക്ഷിച്ചു. ചിലവാകുന്ന ബാക്കിയുള്ളതിന് മാത്രം പുള്ളി പറയുന്ന വില വെച്ച് അവർ കൂട്ടി. അന്നും കടം ഒരു വലിയ പ്രശ്നമാണ്. കടം പോകുന്ന ഒരു വലിയ പ്രശ്നമാണ് അന്നും, അല്ലേ? കുറേ ഉപേക്ഷിക്കേണ്ടി വരും കടം പോകുന്നത്. കടം കൊടുത്ത അത് അവർ കടം കൊടുക്കുന്ന അവരെ തന്നെ ചുമതലപ്പെടുത്തി. അത് നമ്മുടെ കണക്ക് കൂട്ടി തീർക്കാഞ്ഞത് എത്ര രൂപ കിട്ടുമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് ചോദിച്ചു. 50,000 ഉണ്ടെങ്കിൽ 25,000 കിട്ടും, അത്ര അവർ ഇങ്ങോട്ട് പറയുന്നത്. അത് കഴിച്ചിട്ട് ബാക്കി കിട്ടുവാണെന്ന് നീ എടുത്തു. അപ്പോൾ അതുകൊണ്ട് വീതിച്ചു. അങ്ങനെ ഈ പുള്ളിക്ക് ഷിമാറ്റിൽ നിന്ന് ഷിമാറ്റി ഒന്ന് ഹോൾസെയിലും പിന്നെ റീറ്റെയിലുമാണ്. അപ്പം 23 കൊല്ലത്തോളം ഞാൻ ഷിമാറ്റിൽ നിന്ന് 20-30 കൊല്ലം വർഷം പിന്നെ സാധനം എടുത്തുകൊണ്ടിരുന്നത്. ആദ്യം ഒരു പ്രാവശ്യം ഒരു ഓണത്തിന് 100 രൂപ കടം ചോദിച്ചിട്ട് അവിടെ നിന്ന് തന്നില്ല, അവിടെ മാനേജർ. അത് പോയിട്ട് പിന്നെ നമ്മളവിടെ സാധനം എടുക്കാൻ ചെല്ലുമ്പം സാധനങ്ങളെല്ലാം എടുത്തിട്ടിട്ട് അവർ കൂട്ടി നോക്കും, എന്നിട്ടാണ് ബില്ലിടുന്നത്. എന്നിട്ട് ഉള്ള കാശിന് എഴുതും, അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കും. അതല്ലെങ്കിൽ അത് കൂടുതലുണ്ടെന്ന് ഒരിക്കൽ 6% പൈസ കൂടുതൽ കൊടുക്കണം. റെഡി കാശിന് കിട്ടുന്നതിന് 6% കൂടുതൽ കൊടുക്കണം. അത് കൃത്യം 30 ദിവസം കമ്പനി തീർത്തിരിക്കണം, എന്നിട്ട് പുതുക്കി എടുത്തോണം. അതൊക്കെ അവിടുത്തെ വ്യവസ്ഥ. പിന്നീടായി കഴിഞ്ഞപ്പോൾ നമ്മൾ സാധനം എടുത്തു കഴിഞ്ഞാൽ ഒരു കണക്ക് കൂട്ടുമ്പോൾ എത്ര ഇഷ്ടം പോലെ എടുക്കുക, കൊണ്ടുവരിക, ഇത്ര മാത്രമേ. അപ്പോൾ നമ്മളെ കൃത്യമായിട്ട് പൈസ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ വന്നപ്പോൾ ആ പരിപാടി ഇവനെ ഗോപാലനും കൊടുത്തു, ഏൽപ്പിച്ചു. ഇതുപോലെ ഇയാൾ കൃത്യം തരുന്ന പുള്ളിക്ക് അവിടെ പറ്റുകൂടി കൊടുത്തു. മുതലാളി കൊണ്ട് പറഞ്ഞ് ഏർപ്പാടാക്കി. അത് കഴിഞ്ഞ് തന്നെ പലചരക്കട, അതുപോലെ തന്നെ അവന് പോലെ ഹോൾസെയിൽ, അത് പല പേരുണ്ടായിരുന്നല്ലോ. അതും അവൻ ആളായി കഴിഞ്ഞ് കടയും ഇതായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഡിമാൻഡായില്ലേ. വേറെ എടുത്തില്ല, ജുമാരിയേട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ 3 പേരും ജുമാരിയേട്ടനും. ഞാൻ അവന് കിട്ടാനുള്ളത് നോക്കി ഇത്ര രൂപ കിട്ടും, ബാക്കി കിട്ടിയാലത് വേണ്ട, കിട്ടാനുള്ളത് നീ അതിന് കണക്ക് കൂട്ടി ശരിയാക്കി സ്റ്റോക്കും നോക്കി ശരിയാക്കി ഓനെ അത് ചുമതലപ്പെടുത്തി. അതുവരെ കിട്ടിയതിൻ്റെ പകുതി പകുതി അവനും കൊടുത്തു, പകുതി ഞങ്ങൾ കൊടുത്തു. ഒന്നാന്തരം കച്ചവടം 10,000 രൂപയൊക്കെ കച്ചവടം വെച്ചുകൊണ്ട് വന്നു. അതിനിടയ്ക്ക് അവൻ ഈ ചീട്ടുകളിയും പരിപാടിക്കും വന്ന് കണ്ടവരെല്ലാം കടം മേടിച്ച് കൂട്ടി സുപ്രഭാത സ്ഥലം വിട്ടു, ജാക്കിരായി പോയി. 8-9 കൊല്ലം കഴിഞ്ഞാൽ നാട്ടിൽ വന്നത്. അതുപോലെ കച്ചവടമായിരുന്നു. അത്രയും എടുക്കാനായിട്ടാണ് നമ്മൾ ഏൽപ്പിച്ച് കഴിഞ്ഞാണ് പുള്ളിക്ക് നാശം വന്നത്. നമുക്ക് അതുകൊണ്ട് നഷ്ടമൊന്നും കുട്ടിച്ചേട്ടന് വന്നില്ല. എന്തോ കുട്ടിച്ചേട്ടൻ അതുകൊണ്ട് നഷ്ടമൊന്നും വന്നില്ലല്ലോ. എനിക്ക് നഷ്ടമെന്ന് പറയാനായിട്ട് ലാഭവും നഷ്ടവും നമുക്ക് കാരണം സംഗതി മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പം നിൽക്കക്കല്ലില്ലാത്ത രീതിയാണ്. നമ്മളെല്ലാം ഡീസൻ്റായിട്ട് നിൽക്കണം. നമ്മുടെ പേരിലാണ് പോകുന്നത് കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും പാലിച്ച് പറ്റിയ സംഗതി കുഴയും. കാരണം നമ്മളത് ഒഴിവാക്കി. അതിൻ്റെ ആയിട്ട് നമുക്ക് കിട്ടിയത് ആ കളർ അത്രയും ബിസിനസ് നടത്തിൻ്റെ ആയിട്ട് ലാഭം കിട്ടിയത് ആ മൂലയിൽ ഇപ്പം നമ്മുടെ കെട്ടറയില്ലേ, സ്ഥലം 6.5 സെൻറ്റ് സ്ഥലം ഇപ്പോൾ 6 ഉള്ളൂ. 1/2 സെൻറ്റ് സ്ഥലം കൂടുതൽ പോയിട്ടുണ്ട്. അത് പോകാനുള്ള കാരണം അന്ന് നമ്മുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയ ചെറിയ തൊണ്ട, പുളിക്കൻ്റെ ചെറിയ തൊണ്ട. അപ്പോൾ ആ കാലത്ത് ഞാനും നമ്മുടെ കൃഷ്ണൻ വൈദ്യനൊക്കെ വലിയ സ്നേഹമായി. വേഷം വൈദ്യനൊക്കെ ഒത്തിരി സ്നേഹം. കൃഷ്ണൻ എന്തേലും മേലെ പുള്ളിക്കാലത്ത് വിളിച്ച് പറയാം, അന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് ഓടിച്ചില്ല, അവിടെ ചെല്ലും എത്രയാണ്. ഒരു ദിവസം ഞാൻ ഈ ഇതിന് കയ്യാല വെക്കാനായിട്ട്
625 രൂപയ്ക്കാണ് ഈ സ്ഥലം മേടിക്കുന്നത്. അത് പോകാൻ തന്നെ ഏർപ്പാടാക്കിയതാണ്. ഈ പിന്നെ പടിഞ്ഞാറ് വീട്ടുകാരുടെ രൂപയായത് ഈ സ്ഥലം, നമ്മളെ ഇത്ര ഇന്ത്യയിലൊക്കെ ഇരിക്കുന്ന സ്ഥലമേ. അപ്പോൾ അത് 325 രൂപ വീതം 650 രൂപയ്ക്ക് ഞങ്ങളൊരാളിനും മുടക്കാതെ. അപ്പോൾ ഞാനത് പുള്ളിയുടെ മകളുടെ കല്യാണത്തിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയോട് പറഞ്ഞു, കുട്ടി ഇത് ഈ 3 സെൻറ്റ് കുട്ടി അങ്ങ് എടുത്തു, അതിൻ്റെ പൈസ വന്നേക്കാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഷെയറൊക്കെ പിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അന്ന് ഏറ്റവും വലിയ തുകയ്ക്ക് പിന്നെ പൈസ സ്ഥലം മേടിക്കുന്ന പള്ളിയുടെ സ്ഥലം സൗത്ത് ഇന്ത്യൻ ബാങ്കിന് മേടിച്ചാൽ അന്ന് വലിയ വില 2000 രൂപ വെച്ച് സെൻറ്റിന്. അപ്പോൾ ആ കണക്കിന് ഇതിന് 6000 രൂപ പുള്ളിക്ക് കൊടുത്തു. പുള്ളിയുടെ അതുകൊണ്ട് നമ്മളിങ്ങോട്ട് മേടിച്ചു. അപ്പോൾ അത് കല്ല് വെക്കാറൊന്നും അവർക്ക് പരിപാടിയിട്ട് നമ്മുടെ മൂപ്പനും കുട്ടിപ്പലയും രണ്ടുപേരും കൂടെ കൂടിയാണ് നമ്മുടെ ഇവിടെ കൊണ്ടാണ് നമ്മുടെ കലർത്തെ എൻ്റെ പേര് ഞാൻ മറന്നുപോയി, പലകാലം കല്ലിൻ്റെ പരിപാടിയൊക്കെ ഇല്ലേ, അവരാ കല്ല് ഇറക്കി തന്നത്. കല്ല് വെക്കാനായിട്ട് പ്ലാനും ചെയ്തത് എല്ലാം പിന്നെ കയ്യാല വെട്ടാനുള്ള കയറി പിടിച്ചപ്പോഴത്തേക്കും കേശവമോദിനടുത്തും പറഞ്ഞ് കുട്ടി ഒരു ഉപകാരം ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറയാം എന്നാ ഇതിൽ ഈ സ്ഥലം ഒരു ശകലം ഒന്നും മതി, എനിക്കൊരു പിടിവണ്ടി അല്ല ഒരു ഓട്ടോ ഇറങ്ങിപ്പോകാനുള്ള വഴി തരാമെന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചു. ആ സമയത്ത് ഓട്ടോറിക്ഷയൊക്കെ ആയി. അന്ന് ഇത്രയും വഴിയേ ഉള്ളൂ നടക്കാനുള്ള. അതിൻ്റെ അതിപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ മൂലയ്ക്കുണ്ട്. ഈ വഴി അങ്ങനെ ചെല്ലുമ്പം ആ മൂല കുറച്ച് സ്ഥലമുണ്ട്. ഇപ്പോൾ പഴയ വഴി വീതിയുണ്ട് അങ്ങോട്ട് ഈ വഴിയോടെ ചെല്ലായും അത്രയും വീതിയുള്ളൂ. അന്ന് അത്രയും തന്നെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തൊരു കാര്യം ചെയ്യും, അപ്പുറത്തെ അവനപ്പോൾ അന്ന് കള്ളക്കാരൊരു പുള്ളിയാണ്. അപ്പോൾ പിന്നെ ചോരത്തേരം മേടിച്ച് ഒരു കാര്യം ചെയ്യും, വൈദ്യുതി ഒരു കാര്യം ചെയ്യും, പിന്നെ അവരോട് ചോദിക്കാൻ പറഞ്ഞു. പുള്ളിയോട് ചോദിച്ചു ഒരു ഓട്ടോ ആയാലും ഒരു കാറ് പോകാനുള്ള വഴി ഇതൊക്കെ തരാം. അന്ന് അങ്ങോട്ടൊന്നും വേറെ വഴിയില്ല. അപ്പോൾ പുള്ളി പിന്നെ അപ്പുറത്ത് നിന്ന് അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പം അവനും സമ്മതിച്ചു. അങ്ങനെ ഞാൻ കല്ല് വെക്കാമെന്ന് പറഞ്ഞ കുറ്റി മാറ്റിയിട്ട് അകത്ത് കയറ്റി വെച്ചിട്ട് കല്ലകത്ത് കയറ്റി വെച്ചാണ് നമ്മൾ അങ്ങനെ ഇപ്പോഴും മാറ്റി വെച്ച്. പിന്നെ അവിടെ നമ്മൾ വൈദ്യുതിയുടെ സ്ഥലം, പിന്നെ പുള്ളി അങ്ങോട്ട് വീതി കൊണ്ട് ഉണ്ടാക്കി അവിടെ നിന്ന് അങ്ങോട്ട് വേറെയുള്ളവർ മേടിച്ചതാണ്. അവർ അങ്ങോട്ട് വീതി. അപ്പോൾ അവിടെ ഭയങ്കര മണിവാളിയൊക്കെ ചെറുപ്പത്ത് കെട്ടിടമുണ്ട്, അങ്ങനെ ഇവിടെ ആക്കി. അപ്പോൾ അങ്ങനെ ആ വഴി കൊടുത്തു. അപ്പോൾ അതാ ഞാൻ പറയുന്നത് ഇപ്പോൾ 6 സെൻറ്റ് വേണമുള്ളൂ. 6 സെൻറ്റ് അങ്ങനെ പോയിട്ടുണ്ട്. ഇവിടുത്തെ കടയാണ് നമ്മുടെ അടിസ്ഥാനമായിട്ട് പ്രവർത്തിച്ചത് അല്ലേ? ഇവിടെ ജൗളി വിഭാഗം തുടങ്ങി. ജൗളി വിഭാഗം പെരുന്തുരുത്തി വേറെ കടകളിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പെരുന്തുരുത്തുകാരുടെ മുഴുവനും ജൗളി, ചെരുപ്പ് അതുപോലുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നത് ജൗളി തന്നെയല്ല ഉള്ളത്. ഇവിടെ പിന്നെ അന്നത്തെ കാലത്ത് ആയുർവേദം വരെ ഉണ്ട്. വേലാജോൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഇതെല്ലാം ഉണ്ടായിരുന്നു. അവർ 10 കൊല്ലം കഴിയുമ്പോൾ അവർ നിർത്തി. അവർ 3-4 ആൺപിള്ളേരുണ്ടായിരുന്നല്ലോ, നിർത്തിപ്പോയി. പങ്ങാന വേലായെന്ന പുള്ളി. പിന്നെ ഒരു പിന്നെ പീതാംബരൻ, അങ്ങനെ 3-4 നാമങ്ങൾ ഓർമ്മ ഉണ്ടോ, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അയാൾക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു. ജോലിക്കട, പലചരക്കട, ഈ അങ്ങാടി മരുന്ന്, ഇതെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അടുത്ത ആ പാടെ കല്ലറ ഒരു അപ്പാപ്പന് മാത്രമേ ഉള്ളൂ, മരുന്നുകളേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നാൽ അതുകൊണ്ട് തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്ക് ചട്ടിയും കലവും, ഉപ്പുമീൻ, പലചരക്ക്, സ്റ്റീല്, പിന്നെ അലുമിനിയം, അത്യാവശ്യം സകല സാധനമുണ്ട്. എല്ലാ ഐറ്റംസും നമുക്ക്. ആദ്യം ജൗളി കച്ചവടം ചീല കച്ചവടം തുടങ്ങിയത് പഴയ കാലത്ത്. ചീലയുള്ളതെന്ന് നല്ല ചിലവാണ്. അതിനുമ്പോഴത്തേന്ന് മേടിച്ച് കെട്ടി തൂക്കിയിട്ടാൽ മതി. ഇഷ്ടം പോലെ ആൾക്കാർ കാണാനും ചീലയേ ഉള്ളൂ, അണ്ടർവെയറൊന്നുമില്ല. ആ കച്ചവടമായിരുന്നു ആദ്യകാലത്ത്. ചീല ആദ്യ കാലത്ത് അതായിരുന്നു. നല്ല കച്ചവടമാണ് വീട്. കോറത്തുണി അല്ലേ? കോറത്തുണിയാണ്. കോറത്തുണിയല്ലേ? കട്ടിയുള്ള തുണി. കോറത്തുണി, വെള്ളത്തുണി എന്നിട്ട് ചാട്ട് കെട്ടിയിട്ട് വരും. അതാ വേറൊന്നുമില്ല. 28 പോലും ഇല്ല. ചീല കെട്ടിക്കൊണ്ടേ എല്ലാവരും കൊയ്യാനും മെതിക്കാനും വിടാനും പിടിക്കാനും അല്ലാതല്ലേ. കയറി പോകുമ്പോൾ ഞെക്കി കയറി പോരും. അതേ ഉള്ളു. അതാണ് എന്താ സംഭവം. അപ്പോൾ ഇതിനോടൊപ്പം വേറെ ചില വ്യവസായങ്ങളിലേക്കും ബിസിനസ്സുകളിലേക്കും തിരിച്ചു. ഇടയ്ക്ക് ബിസിനസ് പറയുകയാണെങ്കിൽ അതും പറയുകയാണെങ്കിൽ പിന്നെ ഈ ഞങ്ങളിവിടെ ഇങ്ങനെ ഈ പിന്നെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നല്ലോ. അപ്പോൾ ആ കാലത്ത് ഒരു നയ പൈസ മറ്റു തരത്തിൽ വട്ടച്ചെലവുകളോ യാതൊരു ഏർപ്പാടുമില്ല. മദ്യപാനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ സ്ഥലം മേടിച്ച് തെങ്ങ് വെച്ച് പിടിച്ച് ആ തെങ്ങ് ചെത്താൻ തുടങ്ങിക്കഴിഞ്ഞാണ് മദ്യപാനം തുടങ്ങിയത്. അതിവിടെ നമുക്ക് കൊണ്ടുത്തരും സാധനം, ഒറിജിനൽ സാധനം അവർ കൊണ്ടുത്തരും. ആ മദ്യപാനം 10-50 കൊല്ലത്തോളം നമ്മൾ കഴിച്ചു. തെങ്ങ് എത്തില്ലെങ്കിലും നമുക്കിവിടെ കൊണ്ടുത്തരും. ഇവിടെ ഒരുമാതിരിയുള്ള നല്ല എല്ലാം എൻ്റെ സുഹൃത്തുക്കളെ എത്തുകാർ, ഞാനൊന്നും അറിയണ്ട. അത് മാസം ഒരു ഇത്ര രൂപ ഞാൻ കൊടുത്തേക്കും. നമ്മൾ സാധനം ഇവിടെ ഒറിജിനൽ സാധനം ഇവിടെ കൊണ്ടുത്തരും. ഷാപ്പിൽ പോയി കുടിയൊന്നുമില്ല. അത് നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരം തിരക്കിന് കുടിച്ചു കഴിഞ്ഞാൽ വേർക്കും. അപ്പോൾ അതൊക്കെ രാവിലെ കൊണ്ട് വൈകുന്നേരത്ത് കഴിക്കുന്ന എനിക്ക് പ്രാവശ്യം ഒരു ജലദോഷം പോലെ ഉണ്ടായി. ഇച്ചിരി കൂടുതലായിട്ട് വന്നു. ഞാൻ അന്നേരം പാറക്കനാണ് കോട്ടയത്ത് ഡോക്ടർ, പിന്നെ നമ്മുടെ
അന്ന് മെഡിക്കൽ കോളേജില്ല, മറ്റേ ജില്ലാ ആശുപത്രിയാണ്. ഞാൻ പുള്ളി അവിടെ ചെന്ന് ഡോക്ടറെ കണ്ട്, പിന്നെ പനിയും പ്രയാസമുണ്ട്, ചങ്ങനാത്ത് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞ് ഇങ്ങനെ പിന്നെ സാറേ എന്നെ പറഞ്ഞാൽ തിരിച്ചാൽ കള്ളു കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അവിടെ പുള്ളിയോട് ഞാൻ എങ്ങനെയാണ് എന്താണെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തെങ്കള്ള, അതെങ്ങനെയാണ് കുടിക്കുന്നത്? പാരക്കെന്ന് പറഞ്ഞാൽ തെളിവെക്കലിൻ്റെ ഭൂതമാളെ കെട്ടിയവനാ. പുള്ളി ഇവിടെ വരുമ്പോൾ നല്ല ഒന്നാമത് തെങ്കൾ കുടിക്കുന്നതാണ്. പുള്ളി ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് നമ്പർ 1 ടോണിക്കാന്നാണ് പറഞ്ഞത്. അതായത് ഒരുമാതിരി ഒരു അസുഖവും ഉണ്ടാകുകയില്ല, ഇത് കഴിച്ചാൽ ഒന്നാന്തരം മരുന്നാന്നാണ് പറഞ്ഞത്. നല്ലതായിരിക്കണം. നല്ല തെങ്ങുകൾ കൊണ്ട് രാവിലെ വെച്ചിട്ട് വൈകുന്നേരം മട്ട കുടിച്ച് വൈകുന്നേരം എടുത്ത് കുടിച്ചാൽ നമ്പർ 1 സാധനം അത് എന്ന് പുള്ളിയോട് പറഞ്ഞ പറയാം. അങ്ങനെയാണ് മദ്യപാനം തുടങ്ങിയത്. ആരോഗ്യത്തിന്റെ രഹസ്യം അതുകൂടിയാണ്. എന്തോ ഇപ്പോഴത്തെ ഈ ആരോഗ്യത്തിന്റെ രഹസ്യം അതുകൂടിയാണ്. അത് അത് കഴിഞ്ഞ് അങ്ങനെ കൈകാര്യം ചെയ്തൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നത്തെ കാലത്തൊരു മൊത്തം ഒരു 80,000 രൂപ മിച്ചം നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കിൽ. അന്ന് കോപ്പറേറ്റീവ് ബാങ്ക് ഇനിയിപ്പോൾ അത് പറയുമ്പോൾ അതോടെ പറയാം. കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായെന്നറിയാം. കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടായാൽ അങ്ങനെ അറിയാമോ? ആ കാലത്ത് തിരുമുൽപ്പാടെന്ന് പറഞ്ഞ് നമുക്ക് ഉറക്കെ അറിയാമായിരിക്കും. തിരുമുൽപ്പാടിന് അവിടെ നിന്നൊരു ഒരു സംഘടനയുണ്ട്. അവിടെ അന്നേണ്ടൊരു സംഘം പോലെയുണ്ട്. ആ സംഘത്തിൻ്റെ പേര് ഒരു സംഘം ഉണ്ടത്. ആ സംഘത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അന്ന് ഞങ്ങളിവിടെ ഈ ചുരക്കാട്ട് വരവുള്ള വേലാപ്പണിക്കൻ അങ്ങനെ കുറച്ച് പേര് കൂടിക്കൊണ്ട് 10 പേര് കൂടി ഒരു ചെറിയ സംഘം ഇവിടെ ഉണ്ടായി. അതിന് ഏറ്റവും മൈനർ ഞാനാണ്. 100 രൂപ വീതം നമ്മൾ അല്ല മാസം 100 രൂപ എല്ലാവരും ഈ 10 പേരെടുക്കും. അങ്ങനെ നമ്മുടെ ഇവിടെ ഈ സംഘം പോലെ. അപ്പോൾ അതങ്ങനെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഈ സാധാരണക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള വല്ല കല്യാണം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് ഈ കിട്ടുന്ന തെങ്ങൊക്കെ മണയും മേടിച്ചിട്ട് അതിൽ തേങ്ങ ഇട്ട് കിട്ടുന്ന കാശ് കിട്ടുന്ന വിലയ്ക്ക് തന്നെ കിട്ടി കഴിഞ്ഞിട്ട് അത് തീരുമ്പം അവർക്ക് ഇട്ട് കൊടുക്കും. അല്ല വേറെ ലാഭം അടിക്കാനില്ല. അങ്ങനെ ഒരു സഹായം, ഒരു ഉപകാരം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആ കാലത്താണ് നമ്മുടെ പൊട്ടശ്രീരമ്പള്ളൊക്കെ ഈ സംഘത്തിൻ്റെ പേര് മുതലാളി സംഘം എന്ന് പേരിട്ടത്. അപ്പോൾ ആ സംഘം അങ്ങനെ നടക്കുന്ന കാലത്താണ് തിരുമുൽപ്പാട് ഇവിടെ വന്ന് അന്ന് ഈ കുറുപ്പ് ചേട്ടനല്ലേ, നിങ്ങളുടെ കുറുപ്പേട്ടൻ, പഴയ കുറുപ്പ്, പിന്നെ കരയോഗത്തിനൊക്കെ കണക്കും ചുറ്റിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് മടപ്പള്ളി കുറുപ്പെന്ന് പറഞ്ഞു. ആ പുള്ളി അന്ന് നിങ്ങളുടെ NSSൻ്റെ സെക്രട്ടറിയാണ്, കണക്കും കാര്യ പുള്ളിയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ സംഘം ഇതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറുപ്പുകാരനാണ് ഞങ്ങളുടെ ഇതിൻ്റെ കണക്ക് പുള്ളിയായിട്ട് കൈകാര്യം ചെയ്തത്. ഇത് വലുതായി വന്നു കഴിഞ്ഞപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ ഇങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞ് നമുക്ക് ഈ കോപ്പറേറ്റീവ് ബാങ്ക് ഉണ്ടാകണമെന്ന് ഒരു 20,000 രൂപ ഷെയർ ചേരണം. അതായത് 100 രൂപയുള്ള 20 ഷെയർ അല്ല, അതെ 10 ഷെയർ നമ്മൾ ഇവിടെ നിന്നും 10 രൂപ അവരിങ്ങനെ 10 പേര് വീതം ഉണ്ടാകും. അപ്പം നമ്മളിവിടെ 10 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 10,000 രൂപ കൊടുക്കാൻ സമ്മതിച്ചു. അവിടെ നിന്നും 10,000 എടുത്ത് അങ്ങനെ 20,000 രൂപ ഉണ്ടാക്കിയാണ് ആദ്യം ഈ കോപ്പറേറ്റീവ് ബാങ്ക് തുടങ്ങുന്നത്. സംഘം തുടങ്ങുന്നത് നമ്മുടെ ഇപ്പോൾ ഈ സംഘം തുടങ്ങുന്നത്. അതിനാ 124 എൻ്റെ നമ്പർ അന്നത്തെ കാലത്ത്. അങ്ങനെ അതുണ്ടായ പ്രസ്ഥാനമായത്. അന്ന് മല കുഞ്ഞേപ്പേട്ടൻ, പിന്നെ നമ്മുടെ ഈ ഇവിടെ താമസിക്കുന്ന ഉതുപ്പിയേട്ടൻ, പ്ലാച്ചേരി ഉതുപ്പ്, അങ്ങനെ അവിടുത്തെ കുറേ പ്രമാണികളും എല്ലാം ഉണ്ട്. അങ്ങനെ അവിടുത്തെ 10 പേര്, പിന്നെ ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട കുറേ ആൾക്കാർ എല്ലാം ഞാൻ ഓർക്കുന്നൊരു പേര്. അങ്ങനെ സംഘം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഈ കോപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ അങ്ങനെ നമ്മളിലുണ്ടായിരുന്ന പൈസ കൂട്ടി ഉണ്ടായിരുന്ന 85,000 രൂപ ആ ബാങ്കിൽ നമ്മളുണ്ട് അന്നേരം. നമ്മുടെ ഒരു പിന്നെ ലാഭം മൊത്തം ഉള്ളത്, ബിസിനസ്സിനൊന്നും കൂടാതെ നമ്മുടെ കൈക്കാശ്. അങ്ങനെ വന്നപ്പം ഒരു ദിവസം ഇവിടെ ഈ പിന്നെ വലിയ പറമ്പ് പോത്തനെ ആ പോത്തൻ എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ഇവിടെ സ്വന്തം പറഞ്ഞ്, അപ്പം വലിയ വരയൊക്കെ ഉണ്ടല്ലോ, മറ്റേ വലിയ വരയൊക്കെ മീൻ കച്ചവടമൊക്കെ വെച്ചോണ്ട് വലിയ വരയൊക്കെ, ആ വലിയ വരയൊക്കെ പാലക്കാട് പോയിരിക്കുക. പാലക്കാടിന് വീട് മണ്ണാർക്കാട് പോയിരിക്കുക. അപ്പം എന്നോട് ഇവൻ പറഞ്ഞു, കുട്ടിച്ചാടാ എന്നെ വിളിച്ച ഞങ്ങളുടെ കുട്ടി ഇന്ന പോലെ ഞാൻ പോയി കോരയുടെയൊക്കെ അടുത്തൊരു 10 ഏക്കർ സ്ഥലം റബ്ബർ 3 കൊല്ലമായി റബ്ബറാണ്. അതിൻ്റെ വില പറഞ്ഞ് സംഭവിച്ച് ഞാൻ 100 രൂപ അഡ്വാൻസും കൊടുത്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ വന്നിട്ട് അവൻ്റെ സ്ഥലം വിൽക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റത്തില്ല. ഏതാണ്ട് ചെറിയ 1 ലക്ഷം രൂപയ്ക്ക് മറ്റോ കിട്ടുമെന്ന് സാധനം. അതുകൊണ്ടൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അപ്പോൾ വലിയ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എനിക്കൊരു പെട്ടെന്ന് പുള്ളിക്കാരത്തിയായിട്ട് ഞാനിങ്ങനെ, അപ്പോൾ എന്നാ സംഭവം ഉണ്ടെങ്കിൽ ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ അവളോട് സപ്പോർട്ട് ചെയ്യും, ചോദിക്കും. അങ്ങനെ നമ്മൾ തന്നെ പറഞ്ഞാൽ സപ്പോർട്ട് തരും, വേണമെന്നൊന്നും പറയാല്ല, പോയി നോക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടും പോയിട്ടുമില്ല. അവിടെ തന്നെ പിന്നെ അതും രാവിലെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്ത്. ഞാൻ തന്നെ എനിക്ക് തന്നെ പോകാൻ ഒരു മടി. അപ്പം നമ്മുടെ ദേവസ്യാച്ചനുണ്ടല്ലോ ഇവിടെ, നമ്മുടെ തങ്ങൻ്റെ അമ്മായിട്ട്, അവൻ്റെ മകളെ കെട്ടിച്ചിരുന്ന
കുറുപ്പന്തറയാണ്. അയാൾ അവിടുത്തെ സ്ഥലം വെച്ചിട്ട് ഈ മണ്ണാർക്കാട് വൈക്കും അങ്ങനെ എല്ലാം ചുറ്റിക്കറങ്ങി ഈ ദേവസ്യാച്ചനും കൂടെ പോയി നടന്ന് അവർക്ക് സ്ഥലം മേടിച്ചാണ് കുഞ്ഞുമോള് സ്ഥലം മേടിച്ച് മറ്റത്തി കൊച്ചെന്ന് പറയാൻ പേര്, കുടുംബക്കാരനാണ്. അങ്ങനെ സ്ഥലം വാങ്ങിച്ചിട്ട് അവർ തൃശ്ശൂരാണ് അവർ സ്ഥലം മേടിച്ചത്. അപ്പോൾ ഈ പുള്ളിയോട് ഞാൻ പറഞ്ഞു ദേവസ്യാച്ച് എൻ്റെ കൂടുതൽ പോകാം, നമുക്ക് ഇന്ന അതും പറഞ്ഞു പോകണം, ഇതിനെ കുറച്ച് സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒരു കൂട്ടായിട്ട് പറഞ്ഞു. ഇയാൾ ചിലപ്പോൾ പോയിട്ടുണ്ടല്ലോ, അവരെ കൂട്ടിക്കൊണ്ട് പോകാമല്ലോ. അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു ശരി നമുക്ക് നാളെ തന്നെ പോയേക്കാമെന്ന് പറഞ്ഞു. ഇവിടെ അന്ന് ബാങ്കിൽ ചെന്ന് സ്വല്പം പൈസ കൊടുത്തു. അന്ന് കാരുള്ളി ചാക്കോയാണോ തോമസ് പിന്നെയല്ലേ അന്ന് ബാങ്കി അല്ലേ? തോമസ് ആദ്യം തോമസാണോ ഇന്ന്? തൊടുവലി തോമസ് ആദ്യം സെക്രട്ടറി ആവും. കാരുള്ളി ചാക്കോയാണെന്ന് അന്ന് ഇവിടെ. ഇങ്ങോട്ട് മാറിയ പിന്നീടാ, വളക്കട ഇങ്ങോട്ട് നമുക്ക് മാറിക്കേണ്ടില്ല. അപ്പോൾ ഞാൻ ഇച്ചിരി പൈസ അവിടെ നിന്ന് എടുത്ത് പിറ്റേ ദിവസം രാവിലെ അങ്ങ് പോയത്. അപ്പോൾ ഇളയും കൂടെ കൂട്ടിക്കൊണ്ട് പുള്ളി പറഞ്ഞൊരു കാര്യം ചെയ്യാം, പുള്ളിയായിട്ട് ഒത്തിരി സ്ഥലമൊക്കെ പോയി കണ്ടതല്ലേ കുഞ്ഞുമായിട്ടും മറ്റേ കുഞ്ഞുമായിട്ട്, നമുക്ക് ആ പുള്ളിയെ കൂടെ കൂട്ടിക്കൊണ്ട് പോകാം, തൃശ്ശൂർ പോയി ഇറങ്ങി വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അങ്ങനെ ആട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ തൃശ്ശൂർ ചെന്നു. ഇവിടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ 5 ഏക്കർ സ്ഥലം മേടിച്ച് അതിൻ്റെ തൊട്ട് തന്നെ ഇതുപോലെ ടാറിൻ്റെ റോഡ്, ഇതുപോലെ നിരപ്പുള്ള സ്ഥലം, ഇത്ര അകലേ ഉള്ളൂ റോഡായിട്ട്, ഒരു 5.5 ഏക്കർ വേറെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ഞാനിത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ എന്നോട് പറഞ്ഞു കാര്യം ചെയ്യും, ഇവിടെ ശാലം സ്ഥലം ഉണ്ടോ നോക്കാൻ പറഞ്ഞു, അത് കൊടുക്കാനിട്ടിരിക്കാമെന്ന് പറഞ്ഞു. ഞാനിത് നോക്കുന്ന 1-ാം തരം റബ്ബറും സംഗതിയൊക്കെയാണ്, 5.5 ഏക്കർ. അതേപ്പറ്റി ചോദിച്ചപ്പോൾ ബ്രോക്കർ എൻ്റെ അടുത്തുണ്ട്, അയാളാണ് എൻ്റെ ഏർപ്പാടൊക്കെ. അയാളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പം അയാൾ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് ഇത് 5 ഏക്കർ എന്നാണ് പുള്ളി പറഞ്ഞത്, ഏതാണ്ട് 1 ലക്ഷം രൂപ താഴെ അത് കിട്ടും. അങ്ങനെയാണപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ഞാൻ അവിടെ നിന്ന് പോകണ്ട, നമുക്ക് തന്നെ എടുത്തേക്കാമെന്ന് പറഞ്ഞ് അന്നേരം തന്നെ ഈ പൈസ അഡ്വാൻസ് കൊടുത്ത് പോരുകയും ചെയ്തു. പോന്നുവിടാന്ന് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ പോയി ഇതിൽ അളന്ന് വന്നപ്പോൾ 5.5 ഏക്കറുണ്ട്. 5.5 ഏക്കർ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ അന്നേരം അതിൻ്റെ ഇച്ചിരി പൈസ കുറവാണ്. ആധാരത്തിന് ഞാനോട് പോയതാണ്. അവിടെ ഞാൻ അന്നേരം നമ്മുടെ പറമ്പിൽ നമ്മുടെ കുര്യാഞ്ചാണില്ലേ പുറപ്പന്തക്കാരൻ, അന്ന് പുള്ളിക്ക് ഹോൾസെയിൽ കടയൊക്കെ ഉള്ള കാലം. പുള്ളി ഞാനോട് വലിയ ക്ലോസാണ്. ഞാൻ കോട്ടയം പരിപാടിയെല്ലാം കഴിഞ്ഞ് പിന്നെ പുള്ളിയായിട്ടായിരുന്നു മുഴുവൻ സംഗതി. ആ കാലത്ത് അച്ഛനായിട്ട് സംഘാര സ്ഥിരം പോകുമ്പോൾ അപ്പോൾ അവർ അപ്പനെ പോലെ പുള്ളി എന്തെങ്കിലും വില കൂടുക കാണുന്നതെന്ന് പറയും, കുട്ടി ഇന്നോലെ തന്നെ വില കൂടുക, സാധനം കൊണ്ടുപോകാൻ പൈസ തന്നു കൊടുക്കും. അതുപോലെ എൻ്റെ പൈസ മിച്ചമുണ്ടെങ്കിൽ ഞാൻ പുള്ളിക്ക് കൊടുക്കും, 10,000 രൂപ കൊടുക്കും, ഒരാൾ പുള്ളിയിലെ ഇരിക്കും, അത് പൈസ ഒന്നും മേടിക്കാനും. അപ്പോൾ ഒരു 10,000 രൂപയുടെ കുറവുണ്ട്. നമ്മുടെ പിന്നെ കുഞ്ഞുവാനൻ്റെ കൂടുതൽ പോകുന്നുണ്ടെന്ന് വടക്കപ്പുറത്തെ കുഞ്ഞുവാൻ, ഞാനും കുഞ്ഞുവാനും കൂടെ ഇവിടെ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് അളന്ന് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും 5.5 ഏക്കറുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പം ഈ 10,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഡയറിയൻ തന്നെ ഒരു കടലാസ് കുറിച്ചെടുത്ത് പിന്നെ ഒരു 10,000 രൂപ വേണ്ടി കൊടുത്തുവിടണമെന്ന് പറഞ്ഞു അവനെ പറഞ്ഞു വിട്ടു, കുഞ്ഞുവാനെ വടക്കപ്പുറത്തെ. അവനോട് വന്ന് രാവിലെ വന്ന് കഴിഞ്ഞ് ഒരു വൈകുന്നേരം ഒരു 8-10 മണിയാകുമ്പോഴത്തേക്കും പൈസ മേടിച്ച് അവിടെ വന്നു. പിറ്റേ ദിവസം ആദായം നടത്തി. ഈ 1,10,000 രൂപയോ മൊത്തം അത്രേ ആയുള്ളൂ 5.5 ഏക്കറിന്. അത് പുള്ളിയുടെ മേത്തോട്ടത്തിൽ പുള്ളി അവിടെ താമസിച്ചോളാനും പിന്നെ ഷീറ്റൊക്കെ അവിടെ ഇടാം, 45 ഷീറ്റ് കിട്ടുമെന്ന്. അപ്പോൾ 2 വെട്ടുകാരുമുണ്ട്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവിടെയെല്ലാം ഈ പാർട്ടിയുടെ വലിയ കേന്ദ്ര ഭയങ്കര പാർട്ടിക്കാരൊക്കെയാണ്. ഞാൻ ആദ്യം അവരെ കണ്ടു, അവരൊക്കെ വളരെ സന്തോഷമായിട്ട് വർത്തമാനം പറയും, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടവരെ. അത് ഞാൻ പറഞ്ഞ രാഷ്ട്രീയമൊന്നും നോക്കിയില്ല. അവരാ പറഞ്ഞ കണക്കുള്ള പൈസ അല്ല, പിന്നെ അതിനകത്ത് അതുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചു. 4-5 കൊല്ലം കൈകാര്യം ചെയ്തു. അത് കഴിഞ്ഞപ്പം നമ്മുടെ പെങ്ങളെ കെട്ടിയെന്ന് പറയാൻ അവൻ്റെ മൂത്ത മകന് 10ാം ക്ലാസ് കഴിഞ്ഞ് അവിടെ നിൽക്കുക. അവന് വേറെ പരിപാടിയൊന്നുമില്ല. അവനെ വിളിച്ച് വിളിച്ചിട്ട് അവനെ കൂടെ കൂട്ടി അവിടെ കൊണ്ടാക്കി ഈ കുഞ്ഞേട്ടൻ്റെ അവിടെ താമസിക്കാനുള്ള സൗകര്യം കൊടുത്ത് മാസം എത്ര രൂപ താമസിക്കുന്നതിന്, ഷീറ്റ് വെക്കുന്നതിനൊന്നും പൈസ വേണ്ട. ഇങ്ങനെയുള്ള പുള്ളിയായിട്ട് ബന്ധപ്പെട്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ പുള്ളി അവിടെ ഓരോ ആവശ്യത്തിന് നമ്മളെ മുന്നോട്ട് കാശൊക്കെ മേടിക്കും. അയാൾ മൈന്ദനാ. അങ്ങനെ പിന്നെ തരാതെയായി, അങ്ങനെ പ്രശ്നമായി. വർഷങ്ങളായി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊന്നും തരാതെയായി, ഈ കാശൊക്കെ മേടിച്ചിട്ട് തിരിച്ചു ചെയ്യുകയില്ല. അയാൾ ആ പാടെ പ്രശ്നമാകുക. പിന്നെ എനിക്കൊന്ന് അങ്ങനെ ഇത് കൊടുത്താക്കാൻ പ്ലാൻ ചെയ്തു. കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ട് പലരും വന്നാൽ അവിടെയൊക്കെ എല്ലാം ഇയാൾ ഉഴപ്പുക. നീ ഇതങ്ങനെ കൂട്ടിക്കൊണ്ടുപോയതാണ് വടക്കപ്പുറത്ത്. അതൊന്നും പറയാൻ കേൾക്കുകയല്ല, വെറുതെ ഒരു മുട്ടാപ്പോക്ക്. അയക്ക് ഇതെങ്ങനെയൊക്കെ നായ്ക്ക് മേടിച്ചെടുക്കണം, അതാണ് പരിപാടി. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇതെങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ?
അപ്പോൾ കോട്ടയംകാരനൊരു കൊച്ചാപ്പിച്ചാട്ടൻ പറഞ്ഞൊരു പുള്ളി അവിടെ അടുത്ത് താമസിക്കുന്നു. പുള്ളി നേരത്തെ പോയത്. ഞാൻ പുള്ളിയുടെ അടുത്ത് ചേട്ടാ ഇന്നോലെയാണുള്ള സംഗതി, ഒരു രക്ഷയില്ല, പിന്നെ പിടിക്കുകയില്ല, ഇത് ഇങ്ങനെയൊക്കെ ആ സംഗതി, മുന്നോട്ട് പോകാൻ പാടാം. അപ്പോൾ അതിനകത്ത് വലിയൊരു ഈട്ടിത്തടി ഉണ്ടായിരുന്നു, നല്ല തടി. ഈട്ടിക്ക് നല്ല വിലയല്ലേ. അയാളുടെ പറമ്പിൽ ഒരു ചെറിയ ഈട്ടിത്തടി ഉണ്ടായിരുന്നു. അയാൾ ഇത് രണ്ടും കൂടെ വില കുറഞ്ഞുകൊണ്ട് ഞങ്ങളോട് മിണ്ടാതെ, ആ ചെറുക്കനോടും മിണ്ടാതെ വെട്ടി തടി വെട്ടിക്കഴിഞ്ഞ് വിൽക്കാറ് ആൾ വന്നപ്പോഴാണ് ഈ ജോസ് എന്ന് പറഞ്ഞാൽ അറിയുന്നത്. അവനെന്നെ വിളിച്ചാൽ മതി, എഴുത്തയച്ച് നമ്മളെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും സംഗതിയൊക്കെ ശരിയാണ്. പിന്നെ അങ്ങനെ ഉടക്കി ചെറുതായിട്ട്. അങ്ങനെ അന്നത്തെ കാലത്ത് കൊടുത്തില്ല അല്ല, തടിയും കൊടുത്തു 1000 രൂപയായിട്ട് തന്നു എനിക്ക് ആപ്പട തന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഇത് എങ്ങനെയും കൊടുത്തേക്കാം നമ്മളാണ് ഈ കൊച്ചാപ്പിച്ചാണ് അവർ രഹസ്യമായിട്ട് വിറ്റ് 2,20,000 രൂപയ്ക്ക്. ഈ അതിനകത്ത് അന്നത്തെ കാലം 5.5 ഏക്കറുണ്ടല്ലോ റോഡും, പിന്നെ പൊന്നൂക്കരിയാണ് തൃശ്ശൂർ തൊട്ടടുത്ത്. പിടിയാ വിലയ്ക്ക് കൊടുത്തു. അങ്ങനെ ആ പൈസ 2,20,000 രൂപ. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ലക്ഷം കാണുന്നത് അങ്ങനെയാണ്. ആ 2,20,000 രൂപ പിന്നെ അന്ന സമയത്താണ് പുത്തമ്പള്ളി ബാങ്ക്, പിന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് തുടങ്ങുന്നത്. വേറെ ഇപ്പം അടുത്തിവിടെ ഞാൻ ആ പൈസ വന്നിട്ട് ആ 2,20,000 രൂപ ബാങ്കിലേക്ക് ഇട്ടു, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഇട്ടു. ഒരു 3-4 മാസം 5-6 മാസം കഴിഞ്ഞപ്പം നമ്മുടെ ഇതിലെ ടീനാക്കാരുടെ 4-6 വണ്ടി ഓടുന്നുണ്ടെന്ന് വയ്ക്കം കോട്ടയമായിട്ട്. അപ്പം നമ്മളെന്ന് പറഞ്ഞ കോട്ടയം പോക്കല്ലേ, ആഴ്ച 2 പ്രാവശ്യം പോകും. ഒരുമാതിരിയുള്ള മറ്റു ബസ്സിനാണ് കയറ്റി കൊണ്ടുപോകുന്നത്, കൂടുതലെടുക്കാനാണ് വെള്ളത്തെ പോകണത്. അപ്പം ബസ് പോകുന്നതും ഇങ്ങനെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ താല്പര്യം പോലും തോന്നുന്നു. നമ്മുടെ ഈ വാതിലിൽ പോകുന്നതാണല്ലോ, സൗകര്യമാണല്ലോ. എന്നാൽ ഞാൻ അന്വേഷിച്ച് പോയാണ്ട് അവർ 60,000 രൂപയോ റൂട്ട് സൈഡ് തരാമെന്ന് പറഞ്ഞു. ഞാനുള്ള അവിടുത്തെ മാനേജായിട്ടിരുന്ന അന്ന് നമ്മുടെ കുറുപ്പന്തറ അപ്പുറത്ത് കാഞ്ഞിരത്താനത്ത് ഉള്ളൊരു മാനേജ് ആ പള്ളിയിലോട്ട് മാറി. അപ്പോൾ പുള്ളിയോട് ഞാൻ ചെന്നുകൊണ്ട് പറഞ്ഞു, എന്നോടൊരു പൈസ പിന്നെ ലോണായിട്ട് തന്നെ, അല്ല പൈസ എടുക്കണേ എന്നത്, എന്നോട് വണ്ടി കിട്ടാമെന്ന് വെച്ചിട്ടുണ്ട്, മേടിക്കണമെന്ന് പറഞ്ഞു. ഉടനെ പുള്ളി പറഞ്ഞ് അതെന്തിനാ നീ താനങ്ങനെ ഈ പഴയ വണ്ടി മേടിക്കാം, നമുക്കങ്ങനെ ഒരു പുതിയ വണ്ടി മേടിക്കാമെന്ന് പറഞ്ഞു, പഴയത് മേടിക്കണമെന്ന് പറഞ്ഞു. അതിന് സാറേ അതിനിപ്പോൾ പൈസ ഒക്കെ വേണം, അത് കുഴപ്പമില്ല, ഞാൻ ലോൺ തരാമെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ ആട്ടെന്ന് പറഞ്ഞ് മാത്രമേ 1 മാസത്തിന് പുള്ളി ലോൺ സാങ്ഷൻ ആക്കി വസ്തുവിൻ്റെ ഒക്കെ പേപ്പർ കൊണ്ടുപോയി ലോൺ സാങ്ഷൻ ആക്കി തന്നത്. പഴയത് മേടിച്ചില്ല. അങ്ങനെയാണ് നമ്മൾ ഈ വണ്ടി പ്രസ്ഥാനത്തിന് ഇറങ്ങുന്നത്. അന്ന് ആകപ്പാടെ അന്ന് മൊത്തം മുടക്ക് 1,95,000 രൂപയാണ് വണ്ടി ബോഡി ചെയ്ത് ഓടിച്ചപ്പോഴും സാങ്ഷൻ എന്ന് പറഞ്ഞ പേരും കൊടുത്ത് 1,95,000 രൂപ അന്നത്തെ ആദ്യത്തെ വണ്ടി. രണ്ടാമത് ഇത് കഴിഞ്ഞ് 2ാമത്തെ വർഷം 3 ലക്ഷം രൂപയായി, 3 ലക്ഷം മിച്ചായി, 3,100,000 മിച്ചായി. അങ്ങനെ വണ്ടി പ്രസ്ഥാനത്തിൽ വന്നത്. അപ്പോൾ വെച്ചടി പിന്നെ അങ്ങോട്ട് കയറി. അല്ല, അവിടെ നിന്ന് അതുകൊണ്ട് എനിക്ക് വലിയ ലാഭമൊന്നും കിട്ടിയില്ല. പെങ്ങളുടെ മക്കൾക്ക് ജോലിയൊന്നുമില്ല, പരിപാടിയൊന്നും ഇല്ലാഞ്ഞല്ലോ, അവർക്ക് വേറെ വലിയ വശമൊന്നുമില്ല. അവർ 2 മക്കളെ ഇതൊക്കെ കയറ്റി വിട്ടു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പ്രസ്ഥാനമാണ്, നിങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറയാൻ നടത്തി. അവർ പ്രസ്ഥാനം അങ്ങനെ ആഘോഷിച്ചു കൊണ്ടു നടന്നു. അവസാനം 23 വർഷം പരിപാടി നടത്തി. 23 വർഷം നടത്തിയിട്ട് അവരുടെ ചിലവും പരിപാടിയിൽ അങ്ങനെ ലാഭം എനിക്ക് 1,00,000 രൂപയാണ്. 1,00,000 രൂപ എനിക്ക് ലാഭം കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഐറ്റത്തിൽ കിട്ടിയത്. പിന്നെ വണ്ടി അത് ഞാൻ ഇവർക്ക് ഉരുളായ്പകൾക്ക് തന്നെ മടുപ്പായി. അവർ എന്നാലും രക്ഷപ്പെട്ടു കേട്ടോ, അവർക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചേട്ടന്ന് വെച്ചു. നമ്മളീ പഴയ തൊഴിലും കൊണ്ട് നമ്മളും നടന്നു. നമ്മളെ വണ്ടി മുതലാളി നമ്മൾ പോയിട്ടില്ല. നമ്മൾ അത്യാവശ്യം ചിലൻ്റെ കാര്യത്തിന് മാത്രം പോകും, അത്യാവശ്യം. അല്ലാതെ ബാക്കി മുഴുവൻ ഏജൻ്റുണ്ട്, നമ്മളൊന്നും അറിയണ്ട. നമ്മളൊരു സംഗതി നമ്മൾ വെച്ച് പൈസ കൊടുത്താൽ മതി. അതിന് അത്യാവശ്യം ഇറങ്ങിനൊക്കെ ചിലപ്പം പോകത്തുള്ളൂ. അങ്ങനെ 23 വർഷം കഴിഞ്ഞാൽ കൊടുത്തു.